നമ്മുടെ മുൻപിലിരുന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചുപോയെന്ന് കരുതുക. മരിക്കുന്നതിന് തൊട്ടു മുൻപും മരണത്തിന് ശേഷവുമുള്ള ആ വ്യക്തിയുടെ വ്യത്യാസം എന്താണ്? മരിക്കും മുൻപ് ജീവനുണ്ടായിരുന്നു, മരണശേഷം ജീവനില്ല. എങ്കിൽ എന്താണ് ജീവൻ? മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യർ ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ചിലർ ആ ജീവനെ ആത്മാവെന്ന് വിളിച്ചു, മറ്റു ചിലർ അതിനെ ആത്മാവിനുമപ്പുറം വൈറ്റൽ ഫോഴ്സ് എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചവരുടെ കൂട്ടത്തിൽ അതിപ്രശസ്തരായിട്ടുള്ള ഗവേഷകരും പെടും. ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞ 300 വർഷമായി ശാസ്ത്രം നടത്തിയ ശ്രമങ്ങളാണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയുടെ റെഫറൻസ് ഗ്രീം കെ ഹണ്ടറിൻ്റെ വൈറ്റൽ ഫോഴ്സ് ദ ഡിസ്കവറി ഓഫ് മോളിക്കുലാർ ബേസിസ് ഓഫ് ലൈഫ് ആണ്. പുസ്തകത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. കൈ നിറയെ മണൽ വാരിയെടുക്കുന്നു. അതിലൊരു ചെറു ഉറുമ്പ് ഇഴഞ്ഞു നടക്കുന്നു. ആ കൈക്കുള്ളിലെ മണൽത്തരിയും ഉറുമ്പും തമ്മിലുള്ള വ്യത്യാസം അത് മെറ്റീരിയലിസ്റ്റിക് അല്ല, അല്ലെങ്കിൽ ദ്രവ്യമല്ല. പറയാൻ സാധിക്കാത്ത, തൊട്ടു നോക്കാൻ സാധിക്കാത്ത, കാണാൻ സാധിക്കാത്ത അദൃശ്യമായ ഒന്നാണ്. അങ്ങനെയാണ് പ്രാചീന മനുഷ്യർ കരുതിയിരുന്നത്. ഗ്രീക്കുകാർ ഇതിനെ പ്ന്യൂമ എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം ശ്വാസം എന്നാണ്. ചൈനക്കാർ ഇതിനെ കൈ എന്നാണ് വിളിച്ചത്. ജീവനുള്ള വസ്തുക്കളുടെ ഉള്ളിലൂടെ ഒഴുകി നടക്കുന്ന ഒരു ഊർജ്ജ സ്രോതസ്സ്. ഹിബ്രു ഭാഷ സംസാരിക്കുന്ന ജൂതന്മാർ ഇതിനെ വിളിച്ചത് റോച്ച് എന്നാണ്. കാറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്നർത്ഥം. നമ്മൾ ഇന്ത്യക്കാർ അതിനെ പ്രാണൻ എന്ന് വിളിച്ചു. ഇതായിരുന്നു ആദ്യകാല പഠനങ്ങളുടെ, ഫിലോസഫിയുടെ, ബയോളജിയുടെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ. ആ അടിത്തറയുടെ മുകളിലാണ് ഇന്ന് കാണുന്ന ബയോളജിയും കെമിസ്ട്രിയും ഒക്കെ പണിതുണ്ടാക്കിയത്. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുൻപ് അരിസ്റ്റോട്ടിൽ അന്ന് ലെസ്ബോസ് ദ്വീപിലുണ്ട്. ലെസ്ബോസ് ദ്വീപിന് ചുറ്റുമുള്ള ആ കടൽ തീരങ്ങളിലൂടെ അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ മനസ്സിലെല്ലാം ഈ ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ അദ്ദേഹം ഒരു ഉത്തരം കണ്ടെത്തി. ആ ഉത്തരമാണ് സൗൾ അല്ലെങ്കിൽ ആത്മാവ്. ഈ ആത്മാവിന് പ്രേതവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഒരു ശരീരത്തിൽ നിന്നും ആ പ്രേതം വെളിയിലേക്ക് റിലീസാകുന്നു, പിന്നീട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു, അത്തരത്തിലുള്ള ഒരു കാര്യവുമില്ല. ഈ ആത്മാവിന് എപ്പോഴും ശരീരവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഒരു വസ്തുവിന് ജീവനുണ്ടാകുന്നത്, അല്ലെങ്കിൽ ജീവനുള്ളതായി അനുഭവപ്പെടുന്നത്. ചെടികളുടെ ആത്മാവ് പോലെയല്ല മൃഗങ്ങളുടെ ആത്മാവ്, അതുപോലെ ഒന്നുമല്ല മനുഷ്യരുടെ ആത്മാവ്. അരിസ്റ്റോട്ടലിൻ്റെ ഭാഷ്യമാണ്. സസ്യങ്ങളുടെ ഉള്ളിലെ ആത്മാവ് അതിന് ചലിക്കാൻ സാധിക്കില്ല, പക്ഷേ അതിന് വളർന്ന് പന്തലിക്കാൻ സാധിക്കും. മൃഗങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതിന് സഞ്ചരിക്കാനും സാധിക്കും, വളരാനും സാധിക്കും. പക്ഷേ അതിൻ്റെ വളർച്ച സസ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മരങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന വളരെ കുറവായിരിക്കുമെന്ന് മാത്രം. മനുഷ്യർക്ക് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള റാഷണൽ സൗളാണെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. ഈ ആത്മാവിന് ചലിക്കാൻ സാധിക്കും, വളരാൻ സാധിക്കും, അതിനുപരിയായി ചിന്തിക്കാനും ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാനും സാധിക്കും. അരിസ്റ്റോട്ടിൽ മുന്നോട്ട് വെച്ച ഈ ഒരു ആശയം ഒരുപാട് വർഷങ്ങൾ നീണ്ടുപോയി. അരിസ്റ്റോട്ടലിൻ്റെ എല്ലാ ആശയങ്ങളും അങ്ങനെയാണ്. അത് ആ ആശയത്തിൻ്റെ ഒരു മേന്മ കൊണ്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക് അതിനെ ഓവർടേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ ഭയമായിരുന്നു. അങ്ങനെ തെറ്റാണെന്ന് പറയുന്ന ആളുകളെ പലപ്പോഴും അരിസ്റ്റോട്ടലിൻ്റെ പിൻഗാമികൾ, അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ ഒരു വലിയ സംഭവമാണെന്ന് കരുതിയിരുന്ന ആളുകൾ അനുവദിച്ചിരുന്നില്ല. എല്ലായ്പ്പോഴും എതിർപ്പായിരുന്നു. ആ എതിർപ്പുകളെയൊക്കെ മറികടന്ന് 17-ാം നൂറ്റാണ്ടിൽ ഒരു ഫ്രഞ്ച് ഫിലോസഫറായ റെനെ ഡെസ്കാർട്ടസ് മുന്നോട്ട് വന്നു. ഡെസ്കാർട്ടസ് പറഞ്ഞത് അരിസ്റ്റോട്ടിൽ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ. ആത്മാവും ശരീരവും ഒന്നല്ല, രണ്ടും വേർതിരിക്കാൻ സാധിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള എൻറ്റിറ്റികളാണ്. നമുക്ക് കാണാൻ സാധിക്കുന്ന, തൊടാൻ സാധിക്കുന്ന, അറിയാൻ സാധിക്കുന്നത് അത് ഒരു ഭാഗം. മറുഭാഗത്തുള്ളതിനെ നമുക്കൊരിക്കലും കാണാനോ തൊടാനോ ഒന്നും സാധിക്കില്ല. പക്ഷേ ആ വസ്തു, ഫിസിക്കലായിട്ട് നമുക്ക് തൊടാൻ സാധിക്കുന്ന വസ്തു സ്വയം ചലിക്കുന്നുണ്ടെങ്കിൽ, ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ടെങ്കിൽ, അതിന് വളരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം അദൃശ്യമായ ആ ഒരു ശക്തി അതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ്. ഡെസ്കാർട്ടസിൻ്റെ സമകാലികനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനായിരുന്നു വില്യം ഹാർവി. വില്യം ഹാർവിക്ക് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ആത്മാവിന് ഇരിക്കാൻ സാധിക്കുന്ന ഒരു ഇരിപ്പിടമൊന്നുമല്ല ഹൃദയം, മറിച്ച് ഹൃദയം ഒരു മെക്കാനിക്കൽ പമ്പാണ്.
അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് രക്തത്തെ പമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അത്തരത്തിൽ അനവധി മെഷീനുകളുടെ ഒരു കോമ്പിനേഷനാണ് നമ്മുടെ ശരീരം, അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും ശരീരം. അല്ലാതെ അതിൻ്റെ ഉള്ളിൽ ഒരു ആത്മാവുമില്ല. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന മറ്റ് ഫിസിസ്റ്റുകൾക്കും ബയോളജിസ്റ്റുകൾക്കും ഒന്നും ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുമായിരുന്നില്ല. അവരുടെ ഭാഗത്താണ് ന്യായം. അവർ ചോദ്യം ചെയ്തു, നമ്മളൊക്കെ വെറും മെഷീൻ മാത്രമാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് സ്വയം ക്യൂർ ആകാൻ സാധിക്കുന്നത്? ഒരു പനി വന്നു കഴിഞ്ഞാൽ തന്നെ ആ പനി മാറും. നമ്മുടെ ശരീരത്ത് ഒരു പോറൽ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കേറ്റ് കഴിഞ്ഞാൽ, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ അത് സ്വയം ചികിത്സിച്ച് സ്വയം ക്യൂറായിട്ട് വരും. പക്ഷേ ഒരു മെഷീനും അത് സാധിക്കില്ല. ഒരു പമ്പ് എടുത്തു കഴിഞ്ഞാൽ ആ പമ്പ് കേടായി കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്ന് അത് റിപ്പയർ ചെയ്ത് ശരിയാക്കണം. കൂടാതെ ഒരു മെഷീൻ എന്ന് പറയുന്നത് വെളിയിൽ നിന്ന് ഒരാൾ ഉണ്ടാക്കുന്നതാണ്. കുറേയധികം പാർട്ടുകൾ അസംബ്ലി ചെയ്തിട്ടായിരിക്കും ഒരു മെഷീൻ ഉണ്ടാകുന്നത്. പക്ഷേ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ദേഹത്ത് നമുക്ക് അവയവങ്ങളൊക്കെ കാണാം. പിന്നീട് ആ അവയവങ്ങൾ ഡെവലപ്പായി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഡെവലപ്പാകുന്നത് ഉള്ളിൽ നിന്നുള്ള ഒരു പ്രോസസ്സാണ്. അല്ലാതെ വെളിയിൽ നിന്ന് ആരെങ്കിലും ആ കുഞ്ഞിനെ വലിച്ചു നീട്ടി നല്ല വലിപ്പമുള്ള ഒരു മനുഷ്യനാക്കി മാറ്റുന്നൊന്നുമില്ല. വെളിയിൽ നിന്നുള്ള ഒരാളുടെ ഇടപെടലുകളൊന്നും നടക്കുന്നില്ല. ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ആ മാറ്റങ്ങൾ അത് വൈറ്റൽ ഫോഴ്സാണ്. എന്താണ് വൈറ്റൽ ഫോഴ്സ്? ഇതിന് തൊട്ട് മുൻപ് വരെ ഞാൻ പറഞ്ഞതെല്ലാം ആത്മാവ്, സൗൾ, ഗോസ്റ്റ് എന്നൊക്കെയാണ്. പക്ഷെ പെട്ടെന്ന് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗം വന്നു. വൈറ്റൽ ഫോഴ്സ് ഏതാണ്ട് പ്രേതത്തെ പോലെ അല്ലെങ്കിൽ ആത്മാവിനെ പോലെയൊക്കെയാണ്. പക്ഷേ അത് ആത്മാവല്ല. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമാണ് വൈറ്റൽ ഫോഴ്സ്. വളരെ ലഘുവായ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലുമൊക്കെയുള്ള ആത്മാവ് എന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ നേരെ എടുത്ത് ഒരു ലബോറട്ടറിയിൽ കൊണ്ടുപോയി വയ്ക്കുന്നു. അതിനെയാണ് നമ്മൾ വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അവിടെ ദൈവികമായിട്ടുള്ള ഒരു പരിവേഷവുമില്ല. എന്നാൽ അതിന് സമാനമായിട്ടുള്ള ഒരു പരിവേഷം ഉണ്ട് താനും. ഈ കോൺസെപ്റ്റിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്, ഗവേഷകരുണ്ട്. അവരെ വൈറ്റലിസ്റ്റുകൾ എന്ന് പറയും. എന്നാൽ ഇതിനെ എതിർക്കുന്ന ആളുകളുണ്ട്, അവർ മെക്കാനിസ്റ്റുകൾ എന്ന് പറയും. അവരുടെ തിയറി അനുസരിച്ച് ഇത്തരത്തിൽ നമുക്ക് കാണാൻ സാധിക്കാത്ത, അറിയാൻ സാധിക്കാത്ത, അദൃശ്യമായിട്ടുള്ള ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ശക്തി ഒന്നുമില്ല. ഇത് വെറും മെഷീനുകൾ മാത്രമാണ്. വൈറ്റലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്. അതിനെ കാണാനോ തൊടാനോ തിരിച്ചറിയാനോ സാധിക്കില്ല. പക്ഷേ അത് കാരണമാണ് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. ആ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നത്, അവർക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. മനുഷ്യരിൽ മാത്രമല്ല, മൃഗങ്ങളിലും സസ്യങ്ങളിലും പക്ഷികളിലും ഒക്കെ ഇതേ ശക്തിയുടെ സാന്നിധ്യമുണ്ട്. 1700കളിൽ ജർമ്മനിയിൽ ജീവിച്ചിരുന്ന ഒരു ഫിസിഷ്യനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എർണസ്റ്റ് എന്നാണ്. എർണസ്റ്റ് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അദൃശ്യമായിട്ടുള്ള ആ ഫോഴ്സ് അത് അനിമയാണെന്നാണ്. അനിമ ഒരു മിലിറ്ററി കമാൻഡറെ പോലെ അല്ലെങ്കിൽ ഒരു പട്ടാളക്കാരനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. നിരന്തരമായിട്ട് അതിങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആർക്കെതിരെയാണ് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ശക്തിക്കെതിരെ. ആ ശക്തി കാരണമാണ് നമ്മുടെ ശരീരം അഴുകിപ്പോകുന്നത്. അങ്ങനെ അഴുകിപ്പോകാതിരിക്കാനായിട്ട് നിരന്തരമായിട്ടുള്ള യുദ്ധമാണ്. ചില സമയത്തൊക്കെ നമ്മുടെ അനീമ വിജയിക്കും, ചില സമയത്തൊക്കെ അനീമ പരാജയപ്പെടും. അനീമ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നത്. എപ്പോഴാണോ അനീമ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നത്, ആ ഘട്ടത്തിൽ പിന്നെ നമുക്ക് ജീവനില്ല. നമ്മുടെ ശരീരം അഴുകാൻ തുടങ്ങും, അഴുകി ഇല്ലാതെയാകാൻ തുടങ്ങും. ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ശാസ്ത്രമല്ല. ശാസ്ത്രം ശരിക്കും വളർന്നിട്ടില്ല. ശാസ്ത്രം ഇനിയാണ് അങ്ങോട്ട് വളരാൻ പോകുന്നത്. പക്ഷേ ശാസ്ത്രത്തിന് വളരണമെങ്കിൽ ഫൗണ്ടേഷൻ, അടിത്തറ വേണമായിരുന്നു. ആ അടിത്തറയൊക്കെ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഏകദേശം ഒരു 200-250 വർഷത്തോളം നീണ്ടു നിന്ന ഒരു വലിയ യുദ്ധത്തെക്കുറിച്ചാണ്. വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള, വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പഠനങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ നടത്തുന്ന ഗവേഷകർ തമ്മിലുള്ള, അവരുടെ കണ്ടെത്തലുകൾ തമ്മിലുള്ള ഒരു വലിയ കൂട്ടിയിടിയാണ്. ഈ വലിയ യുദ്ധത്തിനിടയിൽ ഒരുപാട് പുതിയ പുതിയ കണ്ടെത്തലുകൾ വന്നു. ആ കണ്ടെത്തലുകൾ ഉണ്ടാക്കിയ സൗഭാഗ്യത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം തുടക്കം കുറിച്ചത് 1800-ൽ ജീവിച്ചിരുന്ന അതിപ്രശസ്തനായിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പേര് അന്റോയിൻ ലവോയിസർ എന്നാണ്. കെമിസ്ട്രിയുടെ പിതാവ്. കെമിസ്ട്രിക്ക് തുടക്കം കുറിച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു കണ്ടെത്തൽ നടത്തി. നമ്മൾ പ്രാണവായു അല്ലെങ്കിൽ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന ഉള്ളിലേക്ക് എടുക്കുന്ന അദൃശ്യമായിട്ടുള്ളൊരു ശക്തി ഉണ്ടല്ലോ, ആ അദൃശ്യമായ ശക്തി അത് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ദ്രവ്യപരമായിട്ടുള്ള ഒരു വസ്തുവാണ്.
അത് കെമിക്കലാണ്. ആ കെമിക്കലിൻ്റെ പേര് ഓക്സിജൻ എന്നാണ്. അതെന്തുകൊണ്ടായിരിക്കും നമുക്ക് തൊടാൻ പറ്റാത്തത്? അദ്ദേഹത്തിൻ്റെ പക്കൽ അതിനും ഉത്തരമുണ്ട്. തൊടാൻ പറ്റാതിരിക്കാനുള്ള കാരണം അത് വളരെ 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 ചെറുതാണ്. അത്തരത്തിൽ അനേകമുണ്ട്, പക്ഷേ അവയെല്ലാം കൂടിച്ചേർന്ന് ഒരുമിച്ചല്ല നിൽക്കുന്നത്. അവയ്ക്കെല്ലാം ഇടയിൽ വലിയ വലിയ ദൂരമുണ്ട്. അതൊരു വാതകമാണ്. നമ്മൾ വായിൽ നിന്ന് വെളിയിലേക്ക് ഊതുമ്പോൾ നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്ന ഒരു ചൂടുണ്ടല്ലോ, അല്ലെങ്കിൽ കയ്യിൽ വന്ന് തട്ടുന്ന ചില പദാർത്ഥങ്ങളുണ്ടല്ലോ, അതാണ് ഈ പറയപ്പെടുന്ന വാതകം. അന്നുവരെ നമുക്ക് കാണാൻ സാധിക്കാത്ത അദൃശ്യമായ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ശക്തി എന്നൊക്കെ പറഞ്ഞിരുന്നത് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായി. അത് യഥാർത്ഥത്തിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള വസ്തുവാണ്, ഓക്സിജനാണ്, അല്ലെങ്കിൽ വാതകങ്ങളാണ്. ഇത് മെക്കാനിസ്റ്റുകൾക്ക് ഒരു പൊന്തൂവലായിട്ട് മാറി, വൈറ്റലിസ്റ്റുകൾക്ക് ഒരു വലിയ തിരിച്ചടിയുമായി. പക്ഷേ അതുകൊണ്ടൊന്നും വൈറ്റലിസ്റ്റുകൾ പിന്മാറിയില്ല. പിന്നെയും വലിയ വലിയ ഗവേഷകർ വൈറ്റലിസ്റ്റുകളുടെ വിഭാഗത്തിൽ തന്നെ ഉണ്ടായി വന്നു. ആദ്യമായി അങ്ങനെ ഉയർന്നു വന്ന ഗവേഷകനാണ് സ്വീഡിഷുകാരനായ ബാരൻ ജോൺസ് ജേക്കബ് ബെർസേലിയസ്. ബെർസേലിയസിനെ പോലെ കെമിസ്ട്രിക്ക് ഇത്രയധികം സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഗവേഷകർ വളരെ വളരെ ചുരുക്കമാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്ന അനവധി എലമെൻറ്റുകളിൽ കുറേയധികം എലമെൻറ്റുകൾ ആദ്യമായി കണ്ടെത്തിയത് ബെർസേലിയസ് ആയിരുന്നു. പിന്നെ നമ്മൾ പഠിക്കുന്ന കുറേയധികം ആറ്റോമിക് വെയ്റ്റുകളുണ്ടല്ലോ പല എലമെൻറ്റുകളുടെ, അതൊക്കെ ആദ്യമായിട്ട് അളന്നെടുത്തതും ബെർസേലിയസ് ആയിരുന്നു. ഹൈഡ്രജനെ നമ്മൾ എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, കാർബണെ സി കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു, ഓക്സിജനെ ഒ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ആദ്യമായിട്ട് ഈ നൊട്ടേഷനൊക്കെ കണ്ടെത്തിയതും ഇതേ ബെർസേലിയസ് ആയിരുന്നു. 1807 ബെർസേലിയസ് ഓർഗാനിക് കെമിസ്ട്രിക്ക് തുടക്കം കുറിച്ചു. ഓർഗാനിക് കെമിസ്ട്രിയുടെ അർത്ഥം ഓർഗനിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ്. ഓർഗനിൽ നിന്നുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ജീവനുള്ളവയിൽ നിന്ന് ഉണ്ടാകുന്നതെന്നാണ്. അതായത് ജീവനുള്ളവയിൽ നിന്ന് മാത്രമേ ഈ പദാർത്ഥങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതാണ് ഓർഗാനിക് കെമിസ്ട്രി, അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന പദാർത്ഥങ്ങൾ. അതോടുകൂടി കെമിസ്ട്രി രണ്ടായി പിളർന്നു. ഒരു ഭാഗത്ത് ഇനോർഗാനിക് കെമിസ്ട്രി, മറുഭാഗത്ത് ഓർഗാനിക് കെമിസ്ട്രി. ഇനോർഗാനിക് കെമിസ്ട്രിയിൽ വരുന്നത് പാറകൾ, മിനറൽസ്, അനവധി ഉപ്പുകൾ. ഇത് വളരെ സിമ്പിളാണ്. ഇതിനെ നമുക്ക് ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഓർഗാനിക് കെമിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഷുഗർ, ഫാറ്റ്, പ്രോട്ടീൻ, പിന്നെ ജീവജാലങ്ങൾ ഉണ്ടാക്കുന്ന വേസ്റ്റുകൾ, ഇത് വളരെ വളരെ കോംപ്ലക്സ് ആണ്. ഇതിനെ നമുക്ക് ഒരിക്കലും ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് അന്ന് ബെർസേലിയസ് പറഞ്ഞത്. മനുഷ്യന് ഒരിക്കലും നിർമ്മിക്കാൻ സാധിക്കാത്ത വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് വൈറ്റൽ ഫോഴ്സിൻ്റെ കാരണമെന്നും അന്ന് ബെർസേലിയസ് പറഞ്ഞു. അത് ശരിക്കും ഫിലോസഫിക്കലായിട്ടുള്ള ഒരു ചിന്തയൊന്നും ആയിരുന്നില്ല. ശാസ്ത്രം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അതിനെ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് നമുക്ക് പറയാം. ഓർഗാനിക് കോമ്പൗണ്ടുകൾ മനുഷ്യന് ഒരിക്കലും ഉണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും മനുഷ്യന് പുതിയതായി ഒരു ജീവനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ലെന്നും ബെർസേലിയസ് കൂട്ടിച്ചേർത്തു. കെമിസ്ട്രിയെ രണ്ടായി പകുത്തു വച്ചിരിക്കുന്ന ആ പുതിയ ലോകത്തേക്ക് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ജർമ്മൻ കെമിസ്റ്റ് കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫ്രെഡറിച്ച് വൂളർ. വൂളറിന് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള, പെട്ടെന്ന് ബാഷ്പീകരിച്ചു പോകുന്ന വിചിത്രമായിട്ടുള്ള സയനൈഡ്സിനോട് വളരെ ക്രേസ് ആയിരുന്നു. അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയണം. അത്തരത്തിൽ അദ്ദേഹത്തിന് ഒരു വലിയ ക്രേസ് ഉണ്ടായതിനെ തുടർന്നാണ് മെഡിക്കൽ പഠനത്തിനൊക്കെ ശേഷം നമ്മുടെ ബെർസേലിയസിൻ്റെ ശിഷ്യനായിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റോക്ക്ഹോമിലെ ലാബിൽ ഒരു അസിസ്റ്റൻ്റായിട്ട് ജോയിൻ ചെയ്യുന്നത്. ബെർസേലിയസിൻ്റെ ഒപ്പം ഒരുപാട് വർഷം അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ ഒരുപാട് വർഷം പ്രവർത്തിച്ച് കിട്ടിയ പരിചയസമ്പത്തുമായി അദ്ദേഹം നേരെ ജർമ്മനിയിലെ ബേണിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അതിനുശേഷമാണ് ബേണിൽ ഒരു മികച്ച ലബോറട്ടറി ഉണ്ടാക്കുന്നത്. എന്നാൽ അത് ബെർസേലിയസ് നിർമ്മിച്ചിട്ടുള്ളത് പോലുള്ള ഒരു വലിയ പടുകൂറ്റൻ ലബോറട്ടറി ഒന്നും ആയിരുന്നില്ല. താരതമ്യേന അത് ചെറുതായിരുന്നു. പക്ഷേ ലോകത്തെ ഞെട്ടിക്കാൻ ആ ചെറിയ ലബോറട്ടറിക്ക് തന്നെ സാധിക്കുമായിരുന്നു. അതേ കാലഘട്ടത്തിൽ തന്നെ ജർമ്മനിയിൽ ബേണിൽ തന്നെ മറ്റൊരു ഗവേഷകനും ഉണ്ടായിരുന്നു. ഏതാണ്ട് വൂളറിൻ്റെ അതേ പ്രായക്കാരൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ജസ്റ്റസ് വോൺ ലൈബിഗ് എന്നാണ്. ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ്. കൂടാതെ ഇവർക്കിടയിൽ ഒരു റൈവലറിയും ഉണ്ടായിരുന്നു. രണ്ടുപേരും മത്സരിച്ച് ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലം ശരിക്കും ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. 1820കളിൽ ലൈബിഗ് അദ്ദേഹത്തിൻ്റെ ലബോറട്ടറിയിൽ ഒരു പരീക്ഷണം നടത്തി. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് വളരെ വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള, ഒട്ടും തന്നെ സ്റ്റേബിൾ അല്ലാത്ത സിൽവർ ഫൾമിനേറ്റ് ആയിരുന്നു. ഏതാണ്ട് അതേ സമയത്ത് തന്നെ മറ്റൊരു ലബോറട്ടറിയിൽ നമ്മുടെ വൂളറും ഒരു പരീക്ഷണം നടത്തി.
വൂളർ ആ പരീക്ഷണത്തിന് വേണ്ടി ഉപയോഗിച്ചത് ഒട്ടും തന്നെ എക്സ്പ്ലോസീവ് അല്ലാത്ത വളരെ സ്റ്റേബിളായിട്ടുള്ള സിൽവർ സയനൈറ്റ് ആയിരുന്നു. രണ്ടുപേർക്കും ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ അതിൻ്റെ ഔട്ട്കമും കിട്ടി. അത് പബ്ലിഷ് ചെയ്ത് വരികയും ചെയ്തു. ലോകം ശരിക്കും ഞെട്ടിപ്പോയി. ലൈബിഗ് നടത്തിയ പരീക്ഷണത്തിലൂടെ സിൽവർ ഫൾമിനേറ്റിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്നും ആ ഓരോ എലമെൻറ്റുകളും എത്ര എണ്ണം ഉണ്ടെന്നുമൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുത്തു. അതേസമയം വൂളർ നടത്തിയ പരീക്ഷണത്തിലൂടെ സിൽവർ സൈനൈറ്റിൽ അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ ഏതൊക്കെയാണെന്നും അത് എത്രമാത്രം ഉണ്ടെന്നും കണ്ടെത്തി. സിൽവർ ഫൾമിനേറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എലമെൻറ്റുകളും അവയുടെ എണ്ണവും സിൽവർ സൈനൈറ്റിൽ നിന്ന് കിട്ടിയിരിക്കുന്ന എലമെൻറ്റുകളും അവയുടെ എണ്ണവും തുല്യമാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത്? ഒരിക്കലും സാധ്യമാകില്ല എന്നാണ് അന്ന് വരെ ഗവേഷകർ കരുതിയിരുന്നത്. കാരണം ഓരോ കോമ്പൗണ്ടുകളുടെയും ഐഡൻറ്റിറ്റി അത് അതിൻ്റെ ഫോർമുലയാണ്. അതിൽ എത്രമാത്രം എലമെൻറ്റുകളുണ്ട്, ഓരോ എലമെൻറ്റും എത്രമാത്രം അടങ്ങിയിട്ടുണ്ടെന്നുള്ള കണക്കാണ്. ഒരേ ഫോർമുലയുള്ള വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ടുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അങ്ങനൊന്നും ഉണ്ടായിരിക്കുന്നു. കെമിസ്ട്രി ഒരു പടുകുഴിയിൽ വീണിരിക്കുന്നു. ആ പടുകുഴിയിൽ നിന്ന് ആരാണ് ഇനി കെമിസ്ട്രിയെ ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്നത്? വെളിയിൽ കൊണ്ടുവന്നാൽ മാത്രമല്ലേ അതിനി ഒരുപാട് ദൂരങ്ങൾ ഓടി നടക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ നമ്മുടെ ബെർസീലിയസ് ആണ് കെമിസ്ട്രിയെ രക്ഷപ്പെടുത്താനായിട്ട് വരുന്നത്. ബെർസീലിയസ് പുതിയൊരു കോൺസെപ്റ്റ് തന്നെ മുന്നോട്ട് വെച്ചു, ഐസോമെറിസം. ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് പദമാണ്. അതിൻ്റെ അർത്ഥം ഒരേപോലുള്ള ഭാഗങ്ങളെന്നാണ്. വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ടുകൾ, അവയുടെ സ്വഭാവം തീർത്തും വ്യത്യസ്തമായിരിക്കും. ഒന്ന് വളരെയധികം എക്സ്പ്ലോസീവ് ആയിരിക്കും, പൊട്ടിത്തെറിക്കുന്നതായിരിക്കും. എന്നാൽ മറ്റേത് വളരെയധികം ശാന്ത സ്വഭാവക്കാരനായിരിക്കും. അവനെല്ലായ്പ്പോഴും ഏകദേശം സ്റ്റേബിളായിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. പക്ഷേ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഈ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഒരേ എലമെൻറ്റുകളായിരിക്കും. അവയുടെ എണ്ണവും തുല്യമായിരിക്കും. പക്ഷേ അവയുടെ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് സ്റ്റോപ്പ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്ക്, അതിലെ ആൽഫബറ്റ്സിനെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പോട്ട്സ് എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ് കിട്ടുന്നത്. സ്റ്റോപ്പിൻ്റെ അർത്ഥം നിൽക്കുക എന്നാണ്, പോട്ട്സിൻ്റെ അർത്ഥം ഒരുപാട് കലങ്ങളെന്നാണ്. തീർത്തും വ്യത്യസ്തമായിട്ടുള്ള പദം. പക്ഷേ അതിലടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകളെല്ലാം ഒന്നാണ്. ആ എലമെൻറ്റുകളുടെ എണ്ണവും ഒന്നാണ്. പക്ഷേ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പദമായി മാറി. ഇത് കെമിസ്ട്രിയിലും ബാധകമാണ്. കെമിസ്ട്രിയിൽ അത് ബാധകമാകുമ്പോൾ അതിനൊരു കോൺസെപ്റ്റ് വേണം. ആ കോൺസെപ്റ്റാണ് ഐസോമെറിസം. കുറച്ച് വർഷം കൂടെ കഴിഞ്ഞ് നമ്മുടെ ബെർസേലിയസിൻ്റെ അരുമ ശിഷ്യനായിട്ടുള്ള വൂളർ വീണ്ടും ഒരു പരീക്ഷണവുമായിട്ട് വന്നു. ഐസോമെറിസം പ്രപ്പോസ് ചെയ്ത് അധികം നാളായിട്ടില്ല. പക്ഷേ ഈ പരീക്ഷണത്തിന് ഐസോമെറിസവുമായിട്ട് ഒരു ബന്ധവുമില്ല. വൂളറിന് അമോണിയം സൈനൈറ്റ് എന്ന ഒരു സോൾട്ട് ഉണ്ടാക്കിയെടുക്കണം. ആ സോൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ തിയറി അനുസരിച്ച് വളരെ സിമ്പിളാണ്. അതിന് രണ്ട് സോൾട്ടുകളെ പരസ്പരം മിക്സ് ചെയ്താൽ മതി. പൊട്ടാസ്യം സൈനൈറ്റും അമോണിയം ക്ലോറൈഡും. ഇത് രണ്ടും മിക്സ് ചെയ്തു. അതിനെ ഒന്ന് ചൂടാക്കുമ്പോൾ അതിൽ കുറേയധികം പദാർത്ഥങ്ങളൊക്കെ ബാഷ്പീകരിച്ച് പോകും. പിന്നെ അവശേഷിക്കുന്നത് മുള്ളുപോലെ നീണ്ടു നിൽക്കുന്ന വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലുകളാണ്. ആ ക്രിസ്റ്റൽ അത് അമോണിയം സൈനൈറ്റാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പരീക്ഷണത്തിന് ശേഷം അങ്ങനെയുള്ള ഒരു മുള്ളും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞില്ല. അതിന് പകരം അവിടെ ഉണ്ടായിരുന്നത് പ്രിസത്തിൻ്റെ രൂപഘടനയുള്ള വ്യത്യസ്തമായിട്ടുള്ള വേറെ ചില ക്രിസ്റ്റലുകളായിരുന്നു. പക്ഷേ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റായിരുന്ന അദ്ദേഹത്തിന് ഈ ക്രിസ്റ്റലുകളെ നല്ല പരിചയമുണ്ട്. ഇതിനു മുമ്പ് അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണെന്ന് പറയാൻ സാധിക്കുന്നില്ല. അതിനൊരുപാട് ടെസ്റ്റുകൾ നടത്തണം. ഒന്നിനു പിറകെ ഒന്നായി ആ സോൾട്ട് ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ അവസാന ഘട്ടമായപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു പേര് വന്നു. പക്ഷേ അത് തന്നെയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഒന്ന് നക്കി നോക്കണം. അതിൻ്റെ ടേസ്റ്റ് അദ്ദേഹത്തിന് അറിയാം. വളരെ അപകടമായിട്ടുള്ള ഒരു പഠന രീതിയാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആരും നക്കി നോക്കാറൊന്നുമില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് ബെർസേലിയസിൻ്റെയും വൂളറിൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കിട്ടുന്ന റിസൾട്ട് അവരൊന്ന് നക്കി നോക്കാറുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. വൂളർ നക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ പേരിൻ്റെ അതേ രുചി, ഒരു വൃത്തികെട്ട രുചിയാണ്. ഒരിക്കലും ഒരു മനുഷ്യൻ നക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വസ്തുവാണ്. മറ്റൊന്നുമല്ല, യൂറിയയാണ്. വളരെ അമൂല്യമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ്. ഇതിനു മുമ്പ് ബെർസീലിയസ് പറഞ്ഞത് ഒരിക്കലും ഒരു ഓർഗാനിക് മെറ്റീരിയലിനെ ഒരു ഇനോർഗാനിക് മെറ്റീരിയൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. ഇവിടെ ഉപയോഗിച്ച സോൾട്ടുകൾ രണ്ടും ഇനോർഗാനിക് ആണ്. ആ രണ്ട് സോൾട്ടുകളും കൂടി ചേർന്നപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള യൂറിയ ഉണ്ടായി. യൂറിയ എന്ന് പറയുന്നത് മൂത്രം, ജീവജാലങ്ങളുടെ വേസ്റ്റ് എന്ന് പറയാൻ സാധിക്കുന്ന മൂത്രമാണ്. ആ മൂത്രം ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്ന് ഉണ്ടായി. ഈ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഗുരുവിന് ഒരു കത്തയച്ചു.
കത്ത് വളരെ രസകരമാണ്. അദ്ദേഹം പറഞ്ഞു, ഇതെനിക്ക് പറഞ്ഞേ മതിയാകൂ, ഞാൻ കുറച്ച് മൂത്രമുണ്ടാക്കി, പക്ഷേ ആ മൂത്രമുണ്ടാക്കിയിരിക്കുന്നത് മനുഷ്യൻ്റെ കിഡ്നി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നായ്ക്കളുടെ കിഡ്നി ഉപയോഗിച്ചിട്ടോ ഒന്നുമല്ല, മറിച്ച് ഇനോർഗാനിക് ആയിട്ടുള്ള 2 സോൾട്ടുകൾ കൂട്ടിച്ചേർത്തപ്പോഴാണ് അങ്ങനൊരു യൂറിയ ഉണ്ടായത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക വൈറ്റലിസം ഇതോടുകൂടി തകർന്ന് നാമാവശേഷമായെന്നായിരിക്കും. എന്നാൽ വൈറ്റലിസത്തിന് ഒരു ചുക്കും സംഭവിച്ചില്ല. ആരും ഇത് മൈൻഡ് ചെയ്തില്ല. ഒരു ഗവേഷകരും ഇത് കാര്യമായിട്ട് എടുത്തതേയില്ല. ഇതിനെ ചെറിയ രീതിയിലെങ്കിലും മൈൻഡ് ചെയ്തത് ബെർസീലിയസ് മാത്രമാണ്. ബെർസീലിയസ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ പ്രശംസിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ബെർസീലിയസ് അതിനുശേഷം ഒരു പ്രഖ്യാപനം കൂടെ നടത്തി, ഒരിക്കലും ഇത് സാധിക്കില്ല. ഇനോർഗാനിക് ആയിട്ടുള്ള സാൾട്ടുകൾക്ക് ഒരിക്കലും ഓർഗാനിക് ആയിട്ടുള്ള ഒരു വസ്തുവിനെ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ ശിഷ്യൻ കള്ളം പറയത്തുമില്ല, അവൻ ചെയ്ത പരീക്ഷണം ഒന്ന് ആവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേ യൂറിയ തന്നെ കിട്ടുകയും ചെയ്യും. അതിൻ്റെ കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇനോർഗാനിക് സോൾട്ടുകളുടെ പ്രത്യേകതയാണ്. ആ ഇനോർഗാനിക് സോൾട്ടുകൾ മൃഗങ്ങളുടെ കൊമ്പ് കാരണമായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. മൃഗങ്ങളുടെ കൊമ്പ് കാരണം ഉണ്ടാക്കിയിരിക്കുന്ന ഇനോർഗാനിക് സോൾട്ടിനെ ശരിക്കും ഇനോർഗാനിക് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് ഉണ്ടായി വന്നിരിക്കുന്നത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു വസ്തുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശരിക്കും ഓർഗാനിക് ആയിട്ടുള്ളൊരു വസ്തുവാണ് യൂറിയ എന്ന ഓർഗാനിക് ആയിട്ടുള്ള മറ്റൊരു വസ്തുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതായിരുന്നു വാദം. മറ്റുള്ള ഗവേഷകർക്കും ആ വാദം വിശ്വസിക്കാനും അതിനെ ഉൾക്കൊള്ളാനും ഒക്കെയായിരുന്നു താല്പര്യം. വൂളറിനെ ഇത് ഒരു രീതിയിലും ബാധിച്ചില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ കിരീടം സിനിമയ്ക്കകത്ത് കൊച്ചിൻ ഹനീഫ കീഴ്ക്കാടൻ ചത്തേ എന്ന് പറഞ്ഞ് ഓടി നടക്കുന്നത് പോലെ തെരുവിലൂടെ വൈറ്റലിസം ചത്തേ, വൈറ്റലിസത്തെ ഞാൻ കൊന്നേന്ന് പറഞ്ഞ് ഓടി നടക്കുമെന്നാണ്. പക്ഷേ വൂളറിനെ അതൊന്നുമല്ല ആകർഷിച്ചത്. നമ്മളൊന്നും ചിന്തിക്കാത്ത ഒരു കാര്യം വൂളർ അവിടെ ചിന്തിച്ചു. അമോണിയം സയനേറ്റും ഓർഗാനിക് യൂറിയയും ഐസോമേഴ്സാണ്. ഐസോമെറിസം എന്ന ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ബെർസീലിയസ് കൊണ്ടുവന്നത്. അത് പ്രാക്ടിക്കലി പ്രൂവ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ പ്രാക്ടിക്കലി അതിൻ്റെ പ്രൂഫല്ല ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അമോണിയം സയനൈഡിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂറിയ ആക്കി മാറ്റാൻ സാധിക്കും. രണ്ടിലും അടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകൾ ഒന്ന് തന്നെ, അതിലടങ്ങിയിരിക്കുന്ന എലമെൻറ്റുകളുടെ എണ്ണവും തുല്യം തന്നെ, പക്ഷേ അതിൻ്റെ സ്ട്രക്ചർ മാത്രം വ്യത്യാസമാണ്. വൈറ്റലിസത്തെ നമുക്ക് ഒരൊറ്റ വെട്ടുകൊണ്ട് കൊല്ലാൻ സാധിക്കില്ല. വൈറ്റലിസം മൃഗീയമായിട്ടുള്ള പീഡനങ്ങൾ സഹിച്ച് ഒരുപാട് വെട്ടുകൾ ഏറ്റുവാങ്ങിയിട്ടാണ് മരണമടഞ്ഞതെന്ന് ഞാൻ പറയില്ല. അതിൻ്റെ കാരണം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ പറയാം. പക്ഷേ ഒരുപാട് രക്തം ഒഴുകിപ്പോയി, ഒരുപാട് മുറിപ്പാടുകൾ വൈറ്റലിസത്തിൻ്റെ മേൽ ഏറ്റിട്ടുണ്ട്. പക്ഷേ അത് മരിച്ചിട്ടില്ല. ഇപ്പോഴും വൈറ്റലിസം നിലവിലുണ്ട്. പക്ഷേ വൈറ്റലിസത്തിൻ്റെ പേര് ശാസ്ത്രജ്ഞന്മാർ വേറൊരു രീതിയിലാണ് ഉച്ചരിക്കുന്നതെന്ന് മാത്രം. വൂളർ അന്ന് എല്ലാവർക്കും ഒരു കാര്യം കാണിച്ചു കൊടുത്തു. വൈറ്റലിസം ആർക്കും പൊട്ടിക്കാൻ സാധിക്കാത്ത ഒരു ഡാമൊന്നുമല്ല. വൈറ്റലിസത്തിൽ ഒരു വലിയ വിള്ളൽ വൂളർ ഉണ്ടാക്കിയിരിക്കുന്നു. പുതുതായിട്ട് വരുന്ന കെമിസ്ട്രികൾക്കൊക്കെ ആ വിള്ളൽ നന്നായിട്ട് കാണാം. അതിൻ്റെ അർത്ഥം അവരുടെ എല്ലാം കയ്യിൽ ഓരോ മഴു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ വൈറ്റലിസം എന്ന ഡാമിൽ ഇനി ഒരുപാട് വിള്ളലുകൾ ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് വിള്ളലുകൾ അവിടെ വീഴുമ്പോൾ വൈറ്റലിസം പൊട്ടിത്തകരും. അവിടെ അടങ്ങിയിരിക്കുന്ന സകല ജലവും ഒരു വലിയ പ്രളയമായിട്ട് മാറും. പ്രളയം ഒട്ടും അകലെയല്ലെന്നുള്ള ഒരു സൂചനയാണ് അന്ന് വൂളർ എല്ലാ കെമിസ്റ്റുകളുടെയും മുൻപിൽ കാണിച്ചു കൊടുത്തത്. ആ ഡാമിൽ മറ്റ് വലിയൊരു ക്രാക്ക് ഉണ്ടാക്കിയത്, വിള്ളലുണ്ടാക്കിയത് വൂളറിൻ്റെ ശിഷ്യൻ തന്നെയാണ്. വർഷം 1845. മിടുക്കനായ ആ ഗവേഷകൻ്റെ പേര് ഹെർമാൻ കോൾബ്. ഹെർമാൻ കോൾബ് ഓർഗാനിക് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് ഉണ്ടാക്കിയെടുത്തു. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ഇനോർഗാനിക് ആയിട്ടുള്ള കാർബൺ, സൾഫർ, ക്ലോറിൻ എന്നിവയാണ്. ഇത് മൂന്നും പ്യുവറാണ്. ഒരു ആനിമലിൻ്റെ കൊമ്പ് അല്ലെങ്കിൽ മൃഗത്തിൻ്റെ കൊമ്പ് ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കിയെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. ഇത് വലിയൊരു വിള്ളലായിരുന്നു. ഇതിനെ നിഷേധിക്കാൻ ഒരു കെമിസ്റ്റിനും സാധിക്കുമായിരുന്നില്ല. ഒരു 11 വർഷം കൂടെ കഴിഞ്ഞ് 1856 ഒരു ഫ്രഞ്ച് കെമിസ്റ്റായിട്ടുള്ള മെഴ്സീലിയൻ ബെർത്തലോട്ട്, അദ്ദേഹം ആദ്യം മീഥേൻ ഉണ്ടാക്കി, പിന്നെ എഥിലീൻ ഉണ്ടാക്കി, അതിനുശേഷം അസറ്റിലീൻ ഉണ്ടാക്കി. പിന്നെ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ആൽക്കഹോൾ ഉണ്ടാക്കി, ഫാറ്റ് ഉണ്ടാക്കി, ഷുഗർ ഉണ്ടാക്കി. ഇതെല്ലാം ഓർഗാനിക്കാണ്. ഇത് കുറച്ചുകൂടെ വലിയൊരു വിള്ളലാണ് ഡാമിലുണ്ടാക്കിയത്. എപ്പോൾ വേണമെങ്കിലും ഡാം തകർന്നു വീഴാൻ. ആ ഡാം തകർന്നു വീഴാൻ 4 വർഷങ്ങൾ കൂടിയേ വേണ്ടി വന്നുള്ളൂ. 1860 വൈറ്റലിസം പൂർണ്ണമായിട്ടും കെമിസ്ട്രിയുടെ ലോകത്ത് തകർന്നടിഞ്ഞു. ആ ഡാമിൽ നിന്നും വെള്ളം വെളിയിലേക്ക് ഒഴുകിക്കൊണ്ടേയിരുന്നു. വൂളർ തുടക്കം കുറിച്ചാണ് അതൊരു വലിയ പ്രളയമായിട്ട് മാറി. ജീവൻ്റെ അടിസ്ഥാനമായിട്ടുള്ള, ജീവന് കാരണമാകുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്
മനുഷ്യനും ഉണ്ടാക്കാൻ സാധിക്കുന്ന പദാർത്ഥമാണെന്ന് കണ്ടെത്തി. ഇതെല്ലാം വെറും കെമിസ്ട്രിയാണ്, അല്ലാതെ അദൃശ്യമായിട്ടുള്ള ഒരു ശക്തിയല്ലെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ വൈറ്റലിസം അതോടുകൂടി ഇല്ലാതെ ആകുന്നില്ല. വൈറ്റലിസം കളം മാറി ചവിട്ടി. കെമിസ്ട്രിയുടെ ലോകത്ത് ഇനി വൈറ്റലിസത്തിന് ഒരു സ്ഥാനവുമില്ല. അതുകൊണ്ട് അത് അവിടെ നിന്ന് നേരെ ബയോളജിയിലേക്ക് ചാടി. ബയോളജിയിൽ അതിനെ ആദ്യമായി പ്രപ്പോസ് ചെയ്തത് ചില്ലറക്കാരനല്ല, അത് അതിപ്രശസ്തനായിട്ടുള്ള ഒരു ബയോളജിസ്റ്റായ ലൂയി പാസ്റ്ററാണ്. 1850 അദ്ദേഹം മൈക്രോസ്കോപ്പിൻ്റെ സഹായത്താൽ ഈ മുന്തിരി ജ്യൂസിൽ ചില പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുന്തിരി ജ്യൂസ് കുറച്ച് നാൾ കഴിയുമ്പോൾ വൈനായിട്ട് മാറും. മുന്തിരി ജ്യൂസിൻ്റെ സ്വഭാവമല്ല വൈനുള്ളത്. ഈ കുറച്ച് ദിവസത്തിനിടയിൽ ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ വൂളറിൻ്റെ സുഹൃത്ത് ലൈബിഗ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസിഷൻ നടത്തി. ലൈബിഗ് പറയുന്നത് ഗ്രേപ്പ് ജ്യൂസിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. ഈ ഷുഗർ അഴുകും. ഷുഗർ അഴുകുമ്പം അതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് അവിടെ ഈസ്റ്റ് ഉണ്ടാകും. അതൊരു കെമിക്കലാണ്. കൂടാതെ ഈ അഴുകൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ജ്യൂസ് അല്ലാതെയായി മാറും, അല്ലെങ്കിൽ അതൊരു ആൽക്കഹോളായിട്ട് മാറും. ഇതായിരുന്നു പ്രപ്പോസിഷൻ. പക്ഷേ ലൂയി പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ മൈക്രോസ്കോപ്പിലൂടെ നടത്തിയിട്ടുള്ള പരീക്ഷണത്തിലൂടെ ലൈബിഗ് പറഞ്ഞത് ഒരു വലിയ ലൈ അല്ലെങ്കിൽ ഒരു തെറ്റാണെന്ന് കണ്ടെത്തി. അദ്ദേഹം അതിനുവേണ്ടി ചെയ്തത് ഈസ്റ്റിനെ അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഈസ്റ്റിന് ജീവനുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. ജീവനുള്ള ഈസ്റ്റിനെ ആ ഗ്രേപ്പ് ജ്യൂസിൽ നിന്നും അദ്ദേഹം എടുത്തു മാറ്റി ഫിൽട്ടർ ചെയ്ത് കളഞ്ഞു. ഫിൽട്ടർ ചെയ്ത് കളഞ്ഞതിന് ശേഷം അവിടെ ആ പുളിക്കൽ എന്ന് പറയുന്ന ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. അത് വൈനായിട്ട് മാറുന്നില്ല. ആ ജീവനുള്ള ഈസ്റ്റിനെ തിരികെ അതേ ജ്യൂസിലേക്ക് ഇടുമ്പോൾ മാത്രം അവിടെ ഫെർമെൻറ്റേഷൻ നടക്കുന്നു. ഈസ്റ്റ് വെറും ഒരു കെമിക്കലല്ല, അതിന് ജീവനുണ്ട്. ജീവനുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ജീവന് കാരണമായിട്ടുള്ള ഒരു വൈറ്റൽ ഫോഴ്സ് ഉണ്ട്. ആ വൈറ്റൽ ഫോഴ്സിൻ്റെ ഒരു പ്രക്രിയ കാരണമാണ് അവിടെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് നടക്കുന്നത്. ഈ വൈറ്റലിസം മുമ്പുണ്ടായിരുന്ന വൈറ്റലിസത്തിൽ നിന്ന് വളരെ വളരെ വ്യത്യസ്തമാണ്. ഇതറിയപ്പെടുന്നത് തന്നെ നിയോ വൈറ്റലിസം എന്ന പേരിലാണ്. നിയോ വൈറ്റലിസം അനുസരിച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു എനർജി അല്ല ഒരു ജീവൻ്റെ കാരണമായിട്ടുള്ളത്. ആ ജീവിയുടെ സെല്ലുകളിൽ ഒരു സെല്ല് മാത്രമുള്ള ജീവിയാണെങ്കിൽ ആ ഒരൊറ്റ സെല്ലിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ പദാർത്ഥങ്ങളുടെയും എല്ലാ എൻറ്റിറ്റീസിൻ്റെയും ഒരു കോമ്പിനേഷൻ, അതങ്ങനെ കമ്പൈൻ ചെയ്ത് പ്രവർത്തിക്കുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു ഫോഴ്സ് മാത്രമാണ് വൈറ്റൽ ഫോഴ്സ്. 20-ാം നൂറ്റാണ്ടിൽ ഒരു എംബ്രിയോളജിസ്റ്റായ ഹാൻസ് ഡ്രിഷ് അദ്ദേഹം സീ ഉർച്ചിൻ അല്ലെങ്കിൽ കടൽച്ചേന എന്ന് വിളിക്കുന്ന ഒരു ജീവിയുടെ എംബ്രിയോയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഭ്രൂണത്തിൽ ഒരു പരീക്ഷണം നടത്തി. ആദ്യം അതിനൊറ്റ കോശം മാത്രമേ കാണത്തുള്ളൂ. അതിനുശേഷം അത് 2 കോശമായിട്ട് സ്പ്ലിറ്റാകും. പിന്നീടത് 4 കോശങ്ങളായിട്ട് മാറും. പിന്നീടത് 8 കോശങ്ങളായിട്ട് മാറും. അങ്ങനെ അനേകം കോശങ്ങളുടെ കോമ്പിനേഷനായിട്ട് മാറുമ്പോൾ അത് എംബ്രിയോയിൽ നിന്ന് അല്ലെങ്കിൽ ഭ്രൂണത്തിൽ നിന്ന് വലിയ ഒരു സീ ഉർച്ചിനായിട്ട് മാറും. മെക്കാനിസ്റ്റുകളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് ഈ എംബ്രിയോയിലെ ഓരോ സെല്ലുകളും ഓരോ മെഷീനുകളാണ്. ഒരു മെഷീന് ഒരുപാട് പാർട്സുകൾ കാണുമല്ലോ. ആ പാർട്സ് എല്ലാം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ മെഷീന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഈ സെല്ലിനും ഒരുപാട് പാർട്ടുകൾ അല്ലെങ്കിൽ ഓർഗനലുകളുണ്ട്. എല്ലാ ഓർഗനുകളും നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ആ സെല്ലിന് സ്പ്ലിറ്റായി അനേകം സെല്ലുകളാകാൻ കഴിയുകയുള്ളൂ. പക്ഷേ നമ്മൾ ഇതിലടങ്ങിയിരിക്കുന്ന സെല്ലിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ മെക്കാനിസ്റ്റുകളുടെ കോൺസെപ്റ്റ് അനുസരിച്ച് അവയ്ക്ക് പിന്നീട് സ്പ്ലിറ്റാകാൻ സാധിക്കില്ല. നമ്മൾ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായിട്ടുള്ളൊരു മെഷീനല്ല, ഒരു മെഷീൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഒരു കാർ ഉദാഹരണമായിട്ട് എടുക്കാം. കാറിനെ നമ്മൾ 2ആയിട്ട് മുറിച്ചങ്ങ് മാറ്റി. അങ്ങനെ മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ആ കാറായിട്ട് പ്രവർത്തിക്കുമോ? ഇല്ല. ഒരു ക്ലോക്ക് എടുക്കാം. ക്ലോക്കിനെ 2ആയിട്ട് മുറിച്ച് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് ക്ലോക്ക് പോലെ പ്രവർത്തിക്കുമോ? അത് പ്രവർത്തിക്കത്തില്ല. മെഷീനിസ്റ്റുകൾ പറയുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങളെന്നറിയാനായി ഡ്രൈഷ് ഈ സെല്ലിനെ 2ആയിട്ട് പകുത്തു മാറ്റിയിട്ടുള്ള സെല്ലുകൾ 2 ചെറിയ സെല്ലുകളായിട്ട് മാറി. വലിയൊരു സെല്ല് 2ആയിട്ട് പകുത്തു മാറ്റിയപ്പോൾ 2 ചെറിയ സെല്ലുകൾ. ആ 2 ചെറിയ സെല്ലുകൾക്കും പിന്നീട് സ്പ്ലിറ്റ് ചെയ്ത് വേറെ സെല്ലുകൾ ഉണ്ടാകാൻ സാധിച്ചു. അതായത് മെഷീനിസ്റ്റുകളുടെ വാദം അവിടെ തകർന്ന് തരിപ്പണമായി. ഒരു കാറിനെ 2ആയി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും 2 ചെറിയ കാറുകൾ ഉണ്ടാകില്ല. കാറിൻ്റെ ഒരു ഭാഗവും കാറിൻ്റെ മറുഭാഗവും മാത്രമേ ഉള്ളൂ.
ഒരു ക്ലോക്കിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും 2 ചെറിയ ക്ലോക്കുകളായിട്ട് മാറില്ല. ഹാൻസ് ട്രിഷ് വൈറ്റൽ ഫോഴ്സിനെ എൻഡലച്ചി എന്നാണ് പറഞ്ഞത്. എൻഡലച്ചി എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഏജൻറ്റ്. ഈ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഏജൻറ്റിന് ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നറിയാം. ആ ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സെല്ലിൽ നിന്ന് എങ്ങനെ പോയാലും അതിന് ശരിക്കും ഒരു സീ ഉർച്ചിനായിട്ട് അല്ലെങ്കിൽ ഒരു കടൽച്ചേനയായിട്ട് മാറാൻ സാധിക്കും. അല്ലാതെ അതൊരിക്കലും ഒരു സിംഹമായിട്ടോ ഒരു കടുവയായിട്ടോ ഒരു മനുഷ്യനായിട്ടോ മാറില്ല. അപ്പോൾ മനുഷ്യൻ്റെ എംബ്രിയോ ഒരിക്കലും ഒരു ഡൈനോസറായിട്ട് മാറില്ല. അത് മനുഷ്യനായിട്ട് മാത്രമേ മാറത്തുള്ളൂ. കാരണം അതിലടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ സെല്ലുകൾക്ക് ആ അറിവുണ്ട്. അതൊരു ഇൻ്റലിജൻ്റ് ഏജൻ്റാണ്. 1897 ഒരു ജർമ്മൻ കെമിസ്റ്റായ എഡ്വേർഡ് ബുച്ച്നർ ഈസ്റ്റുകളുടെ സെല്ലുകൾ ഉപയോഗിച്ചിട്ട് മറ്റൊരു പരീക്ഷണം നടത്തി. ലൂയി പാസ്റ്റർ ഈസ്റ്റുകളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഈസ്റ്റുകളെ തിരിച്ച് ആ ജ്യൂസിലേക്ക് തന്നെ ഇട്ടു. അപ്പോൾ അത് ഫെർമെൻറ്റേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം നടത്തിയത് കുറച്ചുകൂടെ വിചിത്രമായ രീതിയിലാണ്. അദ്ദേഹം ഈസ്റ്റ് സെല്ലുകളെ എടുത്തിട്ട് മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു. മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടുമ്പോഴത്തേക്കിനും ആ ഈസ്റ്റ് സെല്ലുകൾ നശിച്ചു പോകും, അത് ചത്തുപോകും. പിന്നീട് അവശേഷിക്കുന്നത് ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള ജ്യൂസ് മാത്രമാണ്. അദ്ദേഹം ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് ആ ജ്യൂസ് എടുത്തു. ആ ജ്യൂസ് എടുത്തിട്ട് യഥാർത്ഥ ഗ്രേപ്പ് ജ്യൂസിലേക്ക് ഇട്ടു. അതായത് ഈസ്റ്റിൻ്റെ ജ്യൂസിനെ, ചത്തുപോയ ഈസ്റ്റിൻ്റെ സെല്ലിലെ അവശേഷിപ്പായിട്ടുള്ള ഈസ്റ്റിൻ്റെ ജ്യൂസിനെയാണ് എടുത്തിട്ട് ആ ജ്യൂസിനകത്തോട്ട് ഇടുന്നത്. അതിനുശേഷവും ഫെർമെൻറ്റേഷൻ നടക്കുന്നുണ്ട്. ജീവനില്ലാത്ത ഈസ്റ്റ് സെല്ലാണ്. ജീവനില്ലാത്ത ഈസ്റ്റ് സെല്ലിനും അവിടെ ഫെർമെൻറ്റേഷൻ നടത്താൻ സാധിക്കും. അതിൻ്റെ അർത്ഥം ജീവൻ കാരണമായിട്ടുള്ള വൈറ്റൽ ഫോഴ്സ് അല്ല അവിടെ പ്രവർത്തിക്കുന്നത്. വൈറ്റലിസ്റ്റുകൾക്ക് ഇതൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഈസ്റ്റിൻ്റെ ഉള്ളിലുള്ള ജീവനല്ല ഫെർമെൻറ്റേഷന് കാരണമാകുന്നത്, മറിച്ച് ഈസ്റ്റുകളുടെ ഉള്ളിൽ കെമിക്കൽ അടങ്ങിയിട്ടുണ്ട്. ആ കെമിക്കൽ കാരണം മാത്രം ഫെർമെൻറ്റേഷൻ നടക്കുന്നു. ആ ഈസ്റ്റിന് ജീവൻ ഉണ്ടെങ്കിലും ജീവനില്ലെങ്കിലും അതിൽ ആ കെമിക്കൽ ഉണ്ടെങ്കിൽ ഫെർമെൻറ്റേഷൻ നടന്നിരിക്കും. ആ കെമിക്കലിൻ്റെ പേരാണ് എൻസൈം. ഇങ്ങനെയാണ് ആദ്യമായി മനുഷ്യൻ എൻസൈം കണ്ടുപിടിക്കുന്നത്. അപ്പോഴും ഹാൻസ് ട്രിഷിൻ്റെ എൻഡലച്ചിക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല. കാരണം അപ്പോഴും അദ്ദേഹം പറയുന്ന ആ പോയിൻ്റ് വാലിഡാണ്. ഓരോ സെല്ലിൻ്റെ ഉള്ളിൽ ഇൻഫർമേഷൻ ഉണ്ട്. മുൻപ് പറഞ്ഞിരുന്നത് ഒരു ഇൻ്റലിജൻ്റ് ഏജൻ്റ് ആണെങ്കിൽ ആ ഇൻ്റലിജൻ്റ് ഏജൻറ്റിനെ നമുക്ക് ഒഴിവാക്കാം. കാരണം ജീവനില്ലാതെയും ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. പക്ഷേ ഇൻഫർമേഷൻ അപ്പോഴും അവിടെ ഉണ്ടല്ലോ. ഓരോ സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ഇൻഫർമേഷൻ, ഒരു നോളജ് ഉണ്ട്. ആ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് ഒരു പ്രത്യേക ജീവിയെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അത് മറ്റെന്തെങ്കിലുമായി പോയനെ. ഓരോ തവണയും ആ എംബ്രിയോ അല്ലെങ്കിൽ അതേ സെല്ലുകൾ ഒരേ രീതിയിലുള്ള ജീവിയെ തന്നെ ഉണ്ടാക്കും. ആ ജീവികൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ആ ജീവി തന്നെയാണ്. മനുഷ്യൻ തന്നെ ആയിരിക്കും. അതൊരിക്കലും ഒരു ഡൈനോസറായിട്ട് മാറില്ല. മനുഷ്യരിൽ തന്നെ വ്യത്യസ്ത നിറമുള്ള, വ്യത്യസ്ത നീളമുള്ള, വ്യത്യസ്ത വലിപ്പമുള്ള, വ്യത്യസ്ത ട്രൈറ്റ്സ് ഉള്ള മനുഷ്യരായിരിക്കുമെന്ന് മാത്രം. 1953 ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഈ എൻഡലച്ചിക്ക് കാരണമായിട്ടുള്ള, ആ ഇൻഫർമേഷന് കാരണമായിട്ടുള്ള മോളിക്യൂളിൻ്റെ ഒരു രൂപമുണ്ടാക്കി. മെറ്റലുകളും വയറുകളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ആ ഒരു ഡബിൾ ഹെലിക്സ് രൂപമുണ്ടാക്കുന്നത്, ഇരട്ടപ്പിരിയൻ ഗോവണിയുടെ രൂപമുണ്ടാക്കുന്നത്. അതെ, പറഞ്ഞു വരുന്നത് DNA കുറിച്ചാണ്, DNA കണ്ടെത്തലിനെ കുറിച്ചാണ്. DNA ആണ് ആ ഇൻഫർമേഷൻ. DNAക്ക് ജീവനില്ല, പക്ഷേ ജീവനുള്ള സെല്ലുകളുടെ ഉള്ളിലാണ് ആ DNA അടങ്ങിയിരിക്കുന്നത്. ആ DNAയിൽ അടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ ഒരു നോളജ് കാരണമാണ് എംബ്രിയോ കൃത്യമായിട്ടൊരു മനുഷ്യനായിട്ട് തന്നെ മാറുന്നത്. സീ ഉർച്ചിനായിട്ട് തന്നെ മാറുന്നത്. എല്ലാ എംബ്രിയോയും അതിൻ്റെ തന്നെ ഒരു വലിപ്പമേറിയിട്ടുള്ള ഒരു അഡൾട്ടായിട്ട് മാറുന്നത്. ഇതേ DNA കാരണം തന്നെയാണ് വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരുണ്ടാകുന്നത്. മനുഷ്യരുടെ നിറത്തിന് കാരണം, മനുഷ്യരുടെ മുടിയുടെ ടെക്സ്ചറിന് കാരണം, മുടിയുടെ നിറത്തിന് കാരണം, സകലതിനും കാരണം ഈ DNAയുടെ പ്രവർത്തനമാണ്, DNAയുടെ ഇൻഫർമേഷനാണ്. ഈ ഇൻഫർമേഷൻ കാരണമാണ് നമുക്ക് സാമ്പാറിൻ്റെ മണം ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇഡലിയും സാമ്പാറും കൂട്ടി കഴിക്കുമ്പോൾ നമുക്കൊരു രുചി കിട്ടുമല്ലോ. എല്ലാവരും കഴിക്കുമ്പോൾ ആ ഇഡലിയുടെയും സാമ്പാറിൻ്റെയും രുചി തന്നെയാണ് കിട്ടുന്നത്. ആ രുചി അങ്ങനെയാണെന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു തരുന്ന, അതിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് DNA ആണ്. അപ്പോൾ പിന്നെ നമ്മുടെ തലച്ചോറിനും നെർവസ് സിസ്റ്റത്തിനും ഒക്കെ എന്ത് പ്രാധാന്യമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക. തലച്ചോറും ന്യൂറോൺസും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനത്തിലൂടെ നമ്മൾ ആ രുചി കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കുന്നത് DNA തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ചിട്ടാണ്. DNAയുടെ ഇൻഫർമേഷൻ അനുസരിച്ചാണ് നമ്മുടെ സകലരുടെയും ജീവിതം മുന്നോട്ട് പോകുന്നത്. DNA
അത് വളരെ അതുല്യമായിട്ടുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു. ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരമാണ് DNA കണ്ടെത്തലിലൂടെ ഉണ്ടായത്. പക്ഷേ വൈറ്റലിസം അതിലൂടെ ഇല്ലാതെയായോ? വൈറ്റലിസം അതിലൂടെ ഇല്ലാതെയായിട്ടില്ല. ഇപ്പോഴും വൈറ്റലിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു ഗവേഷകനും ഒരു ശാസ്ത്രജ്ഞനും വൈറ്റലിസം എന്നുള്ള ഒരു പേര് പറയില്ല. അതിന് മറ്റൊരു പേരാണ് അവർ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മറ്റൊരു പഠന ശാഖയായിട്ട് മാറിയിട്ടുണ്ട്. അതാണ് സിസ്റ്റം ബയോളജി. DNA അടങ്ങിയിരിക്കുന്നതൊക്കെ ഓർഗാനിക് മോളിക്യൂൾസാണ്. ആ ഓർഗാനിക് മോളിക്യൂൾസിനെ മനുഷ്യന് ഇനോർഗാനിക് മെറ്റീരിയൽസ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ DNA ഉപയോഗിച്ചിട്ട് ജീവനുള്ള ഒരു വ്യക്തിയെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണിയെ നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പുതുതായിട്ടൊരു ജീവൻ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇനോർഗാനിക് ആയിട്ടുള്ള സകല മെറ്റീരിയൽസും നമ്മുടെ പക്കലുണ്ട്. അതുപയോഗിച്ചിട്ട് ഓർഗാനിക് മെറ്റീരിയൽസ് ഉണ്ടാക്കാം. ഓരോ ജീവിയിലും അടങ്ങിയിരിക്കുന്ന ഓരോ വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ഓരോ സെല്ലിലും അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്നറിയാം. അതിൻ്റെ കെമിക്കലുകൾ എന്തൊക്കെയാണെന്നറിയാം. അതൊക്കെ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനൊരു ജീവിയെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കാത്തത്? പുതുതായിട്ടൊരു DNA ആ ജീവിയെ പിന്നീട് വളർത്തിയെടുക്കാൻ സാധിക്കാത്തത് എന്താണ്? ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ് സിസ്റ്റം ബയോളജി. എന്നാൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വൂളർ ഈ കാലഘട്ടത്തിലുമുണ്ട്, അല്ലെങ്കിൽ അനേകം വൂളർമാർ ഈ കാലഘട്ടത്തിലുമുണ്ട്. അതാണ് സിന്തറ്റിക് ബയോളജി. സിന്തറ്റിക് ബയോളജിയിലൂടെ ഇത്തരത്തിൽ ഒരുപാട് ഇനോർഗാനിക് സോൾട്ടുകളും ഇനോർഗാനിക് മെറ്റീരിയൽസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഓർഗാനിക് മെറ്റീരിയൽസും, ആ ഓർഗാനിക് മെറ്റീരിയൽസ് എല്ലാം കൂട്ടിച്ചേർത്തിട്ട് DNAയും സെല്ലും സെല്ലിലുള്ള മറ്റ് ഓർഗനലുകളും ഒക്കെ ഉണ്ടാക്കാൻ ഈ സയൻറ്റിസ്റ്റുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണോ തുടങ്ങിയത് ആ തുടങ്ങിയെടുത്ത് തന്നെയാണ് നമ്മൾ അവസാനിച്ചിരിക്കുന്നത്. പക്ഷേ അതിൻ്റെയൊക്കെ രൂപം മാറിയെന്ന് മാത്രം. ഇപ്പോഴും വൈറ്റലിസമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു വേർഷനുണ്ട്. ആ വേർഷനെ പൊളിച്ചെഴുതാനായിട്ടുള്ള മെക്കാനിസ്റ്റുകളുമുണ്ട്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം എപ്പോൾ അവസാനിക്കുമെന്ന് നമുക്കറിയില്ല. അത് അവസാനിക്കുമ്പോൾ നമ്മുടെ പക്കൽ ഒരു ഉത്തരം കാണും. പക്ഷേ ആ ഉത്തരം കിട്ടുമ്പോഴും നമ്മുടെ മുൻപിൽ വേറൊരു ചോദ്യം കാണും. ആ ചോദ്യത്തെ കണ്ടുപിടിക്കാനായിട്ട് വീണ്ടും നമ്മൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് മനുഷ്യൻ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവ്. മനുഷ്യൻ ഒരുപാട് കണ്ടെത്തലുകൾ ഇനിയും നടത്തും. ആ കണ്ടെത്തലുകളിലൂടെ മനുഷ്യന് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ സാധിക്കും. ആ അറിവുകളിലൂടെ മനുഷ്യൻ്റെയും മനുഷ്യനോടൊപ്പം ജീവിക്കുന്ന മറ്റ് ജീവികളുടെയും സസ്യങ്ങളുടെയും ഒക്കെ ജീവിത നിലവാരം, ലൈഫ് എക്സ്പെക്റ്റൻസി ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാനും മനുഷ്യനെ കൊണ്ട് സാധിക്കും. അത് മനുഷ്യനെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.